ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിനെതിരെ സമരം ചെയ്ത കന്യാസ്ത്രീകളോട് സ്ഥലം മാറാൻ ആവശ്യപ്പെട്ട് മിഷണറീസ് ഓഫ് ജീസസ് സുപ്പീരിയർ ജനറലിന്റെ ഉത്തരവ്. കഴിഞ്ഞ ഏപ്രിൽ മാർച്ച് മാസങ്ങളിൽ ഇവരെ സ്ഥലം മാറ്റിയിരുന്നു. എന്നാൽ ഇവർ കുറുവിലങ്ങാട് മഠത്തിൽ തന്നെ തുടരുകയായിരുന്നു. സ്ഥലം മാറ്റ ഉത്തരവ് കർശനമായി പാലിക്കണമെന്നാണ് പുതിയ ഉത്തരവിൽ പറയുന്നത്. പ്രതികാര നടപടിയാണ് സഭയിൽ നിന്നുണ്ടായതെന്ന് സിസ്റ്റർ അനുപമ പറഞ്ഞു. കൂടുതൽ വിവരങ്ങൾ നൽകാൻ ടോബി ജോൺസൺ ഉണ്ട്. ടോബി, എവിടേക്കൊക്കെയാണ് ഈ സിസ്റ്റർമാർക്ക് സ്ഥലമാറ്റം നൽകിയിരിക്കുന്നത്? ഒപ്പം സിസ്റ്റർ അനുപമയുടെ പ്രതികരണത്തിന്റെ വിശദാംശങ്ങളും. അഞ്ജിത, പ്രധാനമായും സിസ്റ്റർ അനുപമയെ ജലന്ധറിലേക്കും ആൽഫിയയെ ബീഹാറിലേക്കും ജോസഫിനെ ജാർഖണ്ഡിലേക്കും ആൻസത്തിയെ കണ്ണൂരിലേക്കുമാണ് മാറ്റിയിരിക്കുന്നത്. അതായത് പരാതിക്കാരിയായ കന്യാസ്ത്രീയെ കുറവിലങ്ങാട് മഠത്തിൽ താമസിച്ച് അവർക്ക് ആവശ്യമായിട്ടുള്ള പിന്തുണ നൽകുന്നത് ഈ 4 കന്യാസ്ത്രീമാരാണ്. ഇവരോട് ഇവിടെ നിന്ന് മാറിപ്പോകണമെന്ന് പലതവണ ജലന്ധർ മിഷണറീസ് ഓഫ് ജീസസ് പറഞ്ഞിരുന്നു. എന്നാൽ ഇവർ ഇതിന് തയ്യാറായിരുന്നില്ല. കാരണം കന്യാസ്ത്രീയെ ഒറ്റയ്ക്ക് കുറവിലങ്ങാട് മഠത്തിലാക്കിയിട്ട് പോകുന്നത് ശരിയല്ല, അല്ലെങ്കിൽ അവർക്ക് അവരുടെ ജീവന് ഭീഷണി ഉണ്ടാകും എന്നതടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞാണ് ഇവരിവിടെ തുടരുന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ് കഴിഞ്ഞ ജൂൺ മാസത്തിലും സമാനമായ രീതിയിൽ ഒരു റിമൈൻഡർ ഇവർക്ക് നൽകിയിരുന്നു. അതായത് ഏപ്രിൽ മാർച്ച് മാസങ്ങളിൽ വന്ന സ്ഥലം മാറ്റ ഉത്തരവ് പാലിക്കണമെന്നായിരുന്നു അന്ന് പറഞ്ഞിരുന്നത്. അന്ന് അവരതിനെ അവഗണിച്ചുകൊണ്ടാണ് ഇവിടെ കുറവിലങ്ങാട് മഠത്തിൽ താമസം തുടർന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഒരു അന്ത്യശാസനം എന്ന നിലയ്ക്ക് തന്നെ കർശനമായി ഇവിടെ നിന്നും മഠത്തിൽ നിന്നും സ്ഥലംമാറ്റ ഉത്തരവ് പാലിച്ച് അനുവദിച്ചിരിക്കുന്ന മറ്റ് സ്ഥലങ്ങളിലേക്ക്, മറ്റു മഠങ്ങളിലേക്ക് മാറിപ്പോകണമെന്നുള്ള ഒരു ഉത്തരവ് ഇപ്പോൾ മിഷണറീസ് ഓഫ് ജീസസ് ഇറക്കിയിരിക്കുന്നത്. എന്നാൽ ഇപ്പോൾ ഈ ഉത്തരവിനോട് കന്യാസ്ത്രീമാർ പ്രതികരിച്ചു. അവർ പറയുന്നത് തങ്ങളെ മാനസിക സമ്മർദ്ദത്തിലാക്കി ഈ കേസ് അട്ടിമറിക്കാനുള്ള ഒരു ശ്രമമാണ് നടക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള നീക്കങ്ങൾ നടക്കുന്നത്. കന്യാസ്ത്രീക്ക് പിന്തുണ നൽകി മഠത്തിൽ തന്നെ തുടരുമെന്നും ഇപ്പോൾ അനുപമ അടക്കമുള്ള കന്യാസ്ത്രീമാർ 4 കന്യാസ്ത്രീമാർ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും നിയമ പോരാട്ടങ്ങളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ഇവരുടെ തീരുമാനം. നേരത്തെ ഇവർ അന്തേവാസികളല്ലെന്നും കുറവിലങ്ങാട് മഠത്തിലെ അന്തേവാസികളല്ലെന്നും ഇവർ നിയമം ലംഘിച്ചു തന്നെയാണ്. ശരി ടോബി, സഭയുടെ പ്രതികാര നടപടിയാണെന്നാണ് സിസ്റ്റർ അനുപമയുടെ പ്രതികരണം. അതിലേക്ക് കുര്യാക്കോസ് അച്ഛൻ മരിച്ചതുപോലെ തന്നെ എങ്ങനെയെങ്കിലും ഞങ്ങളെ ഒരു മാനസിക സമ്മർദ്ദത്തിലാക്കാൻ വേണ്ടിയുള്ള ഒരു പുറപ്പാട് തന്നെയാണിത്. ഞങ്ങളെങ്ങും പോവില്ല. നമുക്ക് നീതി കിട്ടുന്നത് വരെ ഞങ്ങൾ സിസ്റ്ററിൻ്റെ കൂടെ തന്നെ ഈ കേസ് തീരുന്നത് വരെ ഞങ്ങൾ ഈ മഠത്തിൽ തന്നെ ജീവിക്കാൻ തന്നെയാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്.